ഹലോ ഹായ് എവരിവൺ. ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നേവി, SSR, MR, മെഡിക്കൽ അസിസ്റ്റന്റ് തുടങ്ങിയ എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള GK പോർഷനിൽ നിന്നുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചോദ്യം ഇതാണ്. ഇന്ത്യ ഇലക്ഷൻ ഓഫ് ലോക്സഭ ആർ ഹെൽഡ് ആഫ്റ്റർ എവറി ഡാഷ്. ഇന്ത്യയിൽ ലോക്സഭ ഇലക്ഷൻ നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണെന്നാണ് ചോദ്യം. അല്ലെങ്കിൽ ഓരോ ലോക്സഭ ഇലക്ഷന്റെയും കാലയളവ് അല്ലെങ്കിൽ ഇടവേള എത്ര വർഷമാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 6 years, ഓപ്ഷൻ ബി 4 years, ഓപ്ഷൻ സി 5 years, ഓപ്ഷൻ ഡി 3 years. നമുക്ക് തന്നിരിക്കുന്നതിൽ ആൻസർ ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ഓപ്ഷൻ സി 5 years ആണ്. 5 വർഷം കൂടുമ്പോഴാണ് ലോക്സഭ ഇലക്ഷൻ നടക്കുന്നത്. 6 വർഷം കൂടുമ്പോഴാണ് രാജ്യസഭയിൽ 2/3 ഭൂരിപക്ഷം വിരമിക്കുന്നത്. 6 വർഷം കൂടുമ്പോഴാണ്. രാജ്യസഭ എന്താണ്? ഒരു സ്ഥിരം സഭയാണ്. ഓരോ 6 വർഷം കൂടുമ്പോഴും 2/3 ആളുകൾ എന്ത് ചെയ്യുന്നു? ഭൂരിപക്ഷം ആളുകൾ എന്ത് ചെയ്യുന്നു? ലീവ് ചെയ്യുന്നു, റിട്ടയർ ആയി മാറുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ കാലാവധി 4 വർഷമാണ്. 3 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ് ആർമി, നേവി, എയർഫോഴ്സ് എന്നിവയുടെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്, ചീഫ് ഓഫ് എയർ സ്റ്റാഫ്, ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് എന്നിവരുടെയൊക്കെ കാലാവധി. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വേർ ഈസ് ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ലൊക്കേറ്റഡ്? ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ലക്നൗ, ഓപ്ഷൻ ബി ഡൽഹി, ഓപ്ഷൻ സി മുംബൈ, ഓപ്ഷൻ ഡി ബംഗളൂരു. തന്നിരിക്കുന്നതിൽ ആൻസർ ഓപ്ഷൻ ബി ഡൽഹിയിലാണ്. ഡൽഹിയിലാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. 1-ാം ലോകമഹായുദ്ധത്തിൽ മരണപ്പെട്ട ഇന്ത്യൻ സൈനികർക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹു വാസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് മൈ എക്സ്പെരിമെന്റ് വിത്ത് ട്രൂത്ത്? മൈ എക്സ്പെരിമെന്റ് വിത്ത് ട്രൂത്ത് അഥവാ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആരുടെ ആത്മകഥയാണ് എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു പുസ്തകത്തിന്റെ രചയിതാവ് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മഹാത്മാഗാന്ധി, ഓപ്ഷൻ ബി താര അലി ബെഗ്, ഓപ്ഷൻ സി മൗലാന അബുൽ കലാം ആസാദ്, ഓപ്ഷൻ ഡി ഗോവിന്ദ് വല്ലഭ് പന്ത്. നമ്മുടെ തന്നിരിക്കുന്നതിനകത്തെ ആൻസർ മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയും കൂടിയാണ് മൈ എക്സ്പെരിമെന്റ് വിത്ത് ട്രൂത്ത്. ഇത് അദ്ദേഹം എഴുതിയത് ഗുജറാത്തി ഭാഷയിലാണ്. പിന്നീട് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് മഹാത്മാഗാന്ധിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള മഹാദേവ് ദേശായി ആണ്. മൗലാന അബുൽ കലാം ആസാദിന്റെ പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ വിൻസ് ഫ്രീഡം ആണ് മൗലാന അബുൽ കലാം ആസാദിന്റെ ആത്മകഥ എന്ന് പറയുന്നത്. വിമൺ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? താര അലി ബാങ്. വിമൻ ഓഫ് ഇന്ത്യ, വിമൻ ഓഫ് ഇന്ത്യ. ഗോവിന്ദ് വല്ലഭ് പന്തിന്റെ പുസ്തകമാണ് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നുള്ളത്. റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നുള്ളത് ഗോവിന്ദ് വല്ലഭ് പന്തിന്റെ പുസ്തകമാണ്. ആന്റി ഡിഫൻസ് അക്കാഡമിയിൽ നേവി മെഡിക്കൽ അസിസ്റ്റന്റ് ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. ഓൺലൈൻ ക്ലാസ്സുകളായിട്ടാണ് ക്ലാസ്സുകൾ ലഭ്യമാകുന്നത്. ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ലഭ്യമാണ്. ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് റെക്കോർഡഡ് ആയിട്ടും ക്ലാസ്സുകൾ ലഭ്യമാണ്. മോക്ക് ടെസ്റ്റ്, PYQ, മെഡിക്കൽ അവയർനെസ് തുടങ്ങിയ പാക്കേജുകളെല്ലാം ഉള്ളതാണ് ഈ ഒരു ഓൺലൈൻ കോഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത് 4000 rupees ആണ്. താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹു എമംഗ് ദ ഫോളോയിങ് ഈസ് ഓഫൻ റെഫർഡ് ടു ആസ് ബ്ലാക്ക് പേൾ? കറുത്ത മുത്ത് എന്ന് താഴെ പറയുന്ന ആരെയാണ് വിശേഷിപ്പിക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പെലെ, ഓപ്ഷൻ ബി വീനസ്, ഓപ്ഷൻ സി മറഡോണ, ഓപ്ഷൻ ഡി ജ്യോതിറാവു ഫുലെ എന്നാണ്. അപ്പൊ നമ്മുടെ തന്നിരിക്കുന്നതിന് ആൻസർ എന്ന് പറയുന്നത് പെലെയാണ്. പെലെയാണ് കറുത്ത മുത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഫുട്ബോൾ താരമാണ്. ബ്രസീലിയൻ താരമാണ്. വീനസ്, വീനസ് എന്ന് പറയുന്ന പ്ലാനറ്റ് ആണ്. ഈ വീനസിനെ മോർണിംഗ് സ്റ്റാർ ആൻഡ് ഈവനിംഗ് സ്റ്റാർ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് ഏത്? വീനസ് എന്നറിയപ്പെടുന്നത്. മാർഡോണ ഗോഡ് ഓഫ് ഫുട്ബോൾ, ഫുട്ബോളിന്റെ ദൈവം എന്നറിയപ്പെടുന്നത് ഡിഗോ മറഡോണയാണ്. ജ്യോതിറാവു ഫുലെ അറിയപ്പെടുന്ന മഹാത്മാ ഫുലെ എന്നാണ് ജ്യോതിറാവു ഫുലെ അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ബ്രഹ്മ സമാജ്? ബ്രഹ്മ സമാജിന്റെ സ്ഥാപകൻ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്, ഓപ്ഷൻ ബി സ്വാമി വിവേകാനന്ദ, ഓപ്ഷൻ സി ദയാനന്ദ സരസ്വതി, ഓപ്ഷൻ ഡി ജ്യോതിറാവു ഫുലെ. ഇവിടെ തന്നിരിക്കുന്നതിനകത്തെ ആൻസർ രാജാറാം മോഹൻ റോയി ആണ്. രാജാറാം മോഹൻ റോയി ആണ് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത്.
1828 ബ്രഹ്മസമാജം അദ്ദേഹം ആരംഭിച്ചത്. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ചതാണ് രാമകൃഷ്ണ മിഷൻ. ബേലൂർ മഠത്തിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചിരിക്കുന്നത് സ്വാമി വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചിരിക്കുന്നത് സ്വാമി വിവേകാനന്ദനാണ്. 1897 അദ്ദേഹം രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചിരിക്കുന്നത്. ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച സംഘടനയാണ് ആര്യ സമാജം. 1875 ബ്രഹ്മസമാജം ആരംഭിച്ചത്. ജ്യോതിറാവ് ഫുലെയുടെ മൂവ്മെന്റ് ആണ് സത്യശോധക സമാജ്. ജ്യോതിറാവ് ഫുലെയുടെയാണ് സത്യശോധക സമാജ്. ദയാനന്ദ സരസ്വതിയുടെയാണ് ആര്യ സമാജം. സ്വാമി വിവേകാനന്ദന്റെയാണ് രാമകൃഷ്ണ മിഷൻ. രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. 6th ക്വസ്റ്റ്യൻ ഇതാണ്. ഹൂ വാസ് ദ ഫസ്റ്റ് മുസ്ലിം വുമൺ റൂളർ ഓഫ് ഡൽഹി? ഡൽഹിയിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരിയായ വനിത ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ബീഗം ഹസ്രത്ത് മഹൽ, ഓപ്ഷൻ ബി ചാന്ദ് ബീബി, ഓപ്ഷൻ സി സുൽത്താന റസിയ, ഓപ്ഷൻ ഡി നൂർജഹാൻ. നമ്മുടെ ആൻസർ സുൽത്താന റസിയാണ്. ഇൽത്തുമിഷിന്റെ മകളായിരുന്നു സുൽത്താന റസിയ എന്ന് പറയുന്നത്. നൂർജഹാൻ ജഹാംഗീറിന്റെ 12ാമത്തെ ഭാര്യയായിരുന്നു നൂർജഹാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ലാർജസ്റ്റ് ഇറിഗേഷൻ കനാൽ ഇൻ ഇന്ത്യ ഈസ് കാൾഡ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ അറിയപ്പെടുന്ന പേര് എന്താണ്? ലാർജസ്റ്റ് ആൻഡ് ലോങ്സ്റ്റ് ഇറിഗേഷൻ കനാൽ എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഓപ്ഷൻ എ യമുന കനാൽ, ഓപ്ഷൻ ബി അപ്പർ ബാരി ദൊയാബ് കനാൽ, ഓപ്ഷൻ സി സിർഹന്ത് കനാൽ, ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി കനാൽ. തന്നിരിക്കുന്നതിൽ ആൻസർ ഇന്ദിരാഗാന്ധി കനാലാണ്. 1984 നവംബർ 2 രാജസ്ഥാൻ കനാൽ എന്ന് അതുവരെ അറിയപ്പെട്ടിരുന്ന കനാലിന് ഇന്ദിരാഗാന്ധി കനാൽ എന്നുള്ള പേര് ലഭിച്ചത്. ഇന്ദിരാഗാന്ധി കനാലിന്റെ പഴയ പേര് ഏതാന്ന് വെച്ചാൽ ഏതാണ്? രാജസ്ഥാൻ കനാലാണ്. യമുന കനാൽ സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ്. അപ്പർ ബാരി ദൊയാബ് കനാൽ സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലാണ്. പത്താൻകോട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പർ ബാരി ദൊയാബ് കനാൽ സ്ഥിതി ചെയ്യുന്നത്. സിർഹന്ത് കനാൽ സ്ഥിതി ചെയ്യുന്നതും പഞ്ചാബിലാണ്, സത്ലജ് നദിയിലാണ്. ഇത് പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ 3 സംസ്ഥാനങ്ങളിലേക്ക് ജലസേചന സംവിധാനം നൽകുന്ന കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വേർ ഈസ് ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ലൊക്കേറ്റഡ്? ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഭിംല, ഓപ്ഷൻ ബി ഡൽഹി, ഓപ്ഷൻ സി മുസൂറി, ഓപ്ഷൻ ഡി ഊട്ടി. നമ്മുടെ ഉത്തരം മുസൂറിയിലാണ്. ഉത്തരാഖണ്ഡിലെ മുസൂറിയിലാണ് ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. IAS-നൊക്കെ ഉള്ള ട്രെയിനിങ് ഒക്കെ നൽകത്തില്ലേ, അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുസൂറിയിലാണ്, ഉത്തരാഖണ്ഡിലെ മുസൂറി. ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലാണ് ആർമി നേവി SSC എന്നത്. ഡെയിലി അപ്ഡേഷൻസ്, ഇൻഫർമേഷൻസ്, മോക്ക് ടെസ്റ്റ് ഇതെല്ലാം ഈ ഒരു ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. നമ്മുടെ 9th ക്വസ്റ്റ്യൻ ഇതാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യുറേനിയം മൈൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും വലിയ യുറേനിയം ഖനി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ജാദുഗുഡ, ഓപ്ഷൻ ബി വാഷി, ഓപ്ഷൻ സി മണവാളക്കുറിച്ചി, ഓപ്ഷൻ ഡി ഗൗർബിദാനൌ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ജാദുഗുഡയാണ്. ജാദുഗുഡ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ജാദുഗുഡ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൈം മെറിഡിയൻ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ഡിഗ്രി ഓഫ് മെറിഡിയൻ? പ്രൈം മെറിഡിയൻ ഏത് ഡിഗ്രി മെറിഡിയൻ ആണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 60, ഓപ്ഷൻ ബി 90, ഓപ്ഷൻ സി 0, ഓപ്ഷൻ ഡി 180. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ്. ഓക്കെ, നമ്മുടെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ ഓപ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ സെഷനാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് കാണുന്നത് വരേക്കും ബൈ.